Greetings to you all in the mighty and precious name of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹവന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ എൻ്റെ വഴിപാടിൻ്റെ രണ്ടാം ഭാഗത്തെ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് അബ്രപ്റ്റായിട്ട് അങ്ങ് സ്റ്റോപ്പായിപ്പോയി, നിന്നുപോയി. ഞാൻ പോലും എന്താ റീസൺ എന്നറിഞ്ഞില്ല. പിന്നീട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഐഫോണിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് ആദ്യം ചെറിയ വിഷമമുണ്ടായി, കാരണം അതങ്ങ് പൂർത്തീകരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. സമയം അതിക്രമിച്ചു പോയെങ്കിലും അത് പൂർത്തീകരിക്കാൻ. പക്ഷേ ഇപ്പോൾ ഞാനത് അറിയുന്നത് നല്ലതിനായിരുന്നു എന്നുള്ള. കാരണം ഈ വഴിപാടിൻ്റെ ഈ മൂന്നാം ഭാഗം ഈ വീഡിയോ കൊണ്ട് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വഴിപാടിൻ്റെ ആവശ്യകത എന്താണ്, ആ പരിശുദ്ധാത്മാവിലേക്ക് എണ്ണയാലുള്ള അഭിഷേകത്തിലേക്ക് വരുമ്പോൾ ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, എണ്ണയാലുള്ള അഭിഷേകം വരുമ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് വേണ്ടതെന്നുള്ളതിൻ്റെ ആ തികവായിട്ട് ആ ദൈവത്തിൻ്റെ വചനം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു പക്ഷേ അത് കംപ്ലീറ്റ് ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരണപ്പെടുന്നു. ദൈവമേ, കർത്താവേ സ്തോത്രം. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കട്ടെ. ഈ വഴിപാടിൻ്റെ മൂന്നാമത്തെ ഭാഗം പൂർത്തിയാക്കുവാൻ അടിയങ്ങളെ അനുവദിച്ചാണ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ആ വഴിപാടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ ആ സൗരഭ്യവാസനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് നിന്നുപോയത്. വെളിപാടിൻ്റെ 8-ാം അധ്യായത്തിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗത്തിലൊരു വഴിപാടുണ്ട്. അത് സ്വർണം കൊണ്ടുള്ള വഴിപാടാണ്. പഴയ നിയമത്തിലെ വഴിപാട് പുതിയ നിയമത്തിൽ കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ സ്വർഗത്തിൽ ആ യാഗപീഠം വീണ്ടും കാണുന്നു. അത് സ്വർണം കൊണ്ടുള്ള യാഗപീഠമാണ്. ആ യാഗപീഠത്തിൻ്റെ മേൽ വഴിപാട് കഴിക്കപ്പെടുന്നു എന്നുള്ള വലിയ സത്യം വെളിപാടിൻ്റെ 8-ാം അധ്യായത്തിൽ കൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഈ ദൂതൻ സ്വർണ്ണ ധൂപകലശം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് ഈ സ്വർണ്ണ ധൂപകലശത്തിൽ ധൂപവർഗം ഈ സ്വർണ്ണ ധൂപകലശത്തിൽ നിന്ന് ധൂപവർഗം, സ്വർഗീയ ധൂപവർഗം ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കപ്പെടുക. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ധൂപകലശമാണ് ഇത്. കുന്തിരിക്കത്തിൻ്റെ ഭൂമിയിലുള്ള വേറെ യാതൊരു ധൂപവർഗത്തിൻ്റെ സ്മെല്ലല്ല. അത് നമ്മളാരും അനുഭവിച്ചിട്ടില്ല. ദാറ്റ് വിൽ ബി വെരി മാഗ്നിഫിഷ്യൻ്റ്. ഐ ഡോണ്ട് നോ, ഞാനതറിയുന്നില്ല. അപ്പോൾ ആ സ്വർഗീയ സൗരഭ്യം കൂടെ ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർത്തിട്ട് ഇത് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്നുവെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. അപ്പോഴങ്ങനെയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ വെളിപാടിലല്ലാതെ ഒരു ദർശനത്തിൽ കൂടെ അല്ല, അത് ശരിക്കും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോഴാണ് ഉണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഉൽപ്പത്തിയിലേക്ക് കൊണ്ടുപോയത്. ഉൽപ്പത്തിയുടെ വെള്ളപ്പൊക്കത്തെ കാലത്തിന് ശേഷം നോഹയുടെ 8-ാം അധ്യായത്തിൽ നോഹ ഒരു വഴിപാട് കഴിക്കും, ഒരു യാഗപീഠം പണിതു. അന്ന് ഉൽപ്പത്തിയുടെ 28-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹയും കുടുംബവും എല്ലാവരും പുറത്തിറങ്ങിയ ശേഷം യാഗപീഠം പണിത് യഹോവയ്ക്ക് ആരാധന കഴിച്ചു. അപ്പോൾ ആരാധന കഴിച്ച് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള പറവുകളിൽ നിന്നും എടുത്ത് ഹോമയാഗം കഴിച്ചു എന്നാണ്. അപ്പോൾ ആ ഹോമയാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് ഈ ധൂപവർഗത്തോടുകൂടി പുതിയ നിയമത്തിൽ എൻ്റെയും നിങ്ങളുടെയും വിശുദ്ധനാരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് വീണ്ടും പറയാം. ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന യാഗപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ധൂപവർഗം ആഡ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ അതൊരു അതുല്യ സൗരഭ്യവാസനയായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സൗരഭ്യവാസന ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുക. വാട്ട് വിൽ ഹാപ്പൻ? പിതാവായ ദൈവം, സർവശക്തനായ ദൈവം, സകലത്തിൻ്റെ ഉടയവനായ ദൈവം ഈ സൗരഭ്യവാസന മണക്കുമ്പോൾ ഉൽപ്പത്തി 8-ന്റെ 20-21 വാക്യങ്ങളിൽ പറയുന്നു, നോഹ ഹോമയാഗം കഴിച്ചു. ആ സൗരഭ്യവാസന മണത്തു കഴിഞ്ഞപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഇനി മനുഷ്യൻ നിമിത്തം ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല. സ്തോത്രം. മനുഷ്യൻ നിമിത്തം ഈ സൗരഭ്യവാസന മണച്ചപ്പോൾ മനുഷ്യൻ നിമിത്തം ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല. ആ വഴിപാടിൻ്റെ സൗരഭ്യവാസന ഒരു മനുഷ്യൻ നോഹ, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ വഴിപാട് സൗരഭ്യവാസനയായി സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗീയ യാഗപീഠത്തിൽ നിന്ന് മുകളിലേക്ക് കയറി ചെന്നപ്പോൾ യഹോവയായ ദൈവം ആ സൗരഭ്യവാസന മണക്കുകയും ആമേൻ. അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ശാപം മാറി അനുഗ്രഹം പകരപ്പെടാൻ തുടങ്ങി. ഇനി മനുഷ്യൻ്റെ നിമിത്തം ഞാൻ ഭൂമിയെ
ശപിക്കുകയില്ല എന്ന് ദൈവം ഹൃദയത്തിൽ അരുളി ചെയ്യുമെന്ന് എഴുതി വെച്ചിരിക്കുക. ശാപം മാറി അനുഗ്രഹം വരുമോ? വരും. അതെങ്ങനെ വരും? ഞാൻ അതാ നിങ്ങളോട് ഇനിയും ഷെയർ ചെയ്യാൻ പോകുന്നത്. ഉൽപ്പത്തി 8:35 അധ്യായത്തിലെ വെളിപാട് 8 അധ്യായത്തിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതെന്താണ് സംഭവിക്കുന്നത് ഞാൻ നിങ്ങളുമായിട്ട് അല്പസമയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപാട് 8 അധ്യായത്തിൽ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിൽ സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗ്ഗം അവന് കൊടുത്തു. ധൂപവർഗ്ഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ഇത് കയറിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാം പ്രിയപ്പെട്ടവരെ? അതിൻ്റെ അടുത്ത വാക്യം, ദൂതൻ ധൂപകലശം എടുത്ത് ദൈവസന്നിധിയിലേക്ക് ഇത് കയറി ചെന്നപ്പോൾ സംതിങ് ഹാപ്പൻഡ് ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നമ്മുടെ ഓരോരുത്തരും, എന്നെ കേൾക്കുന്നവരുടെയും നിങ്ങളുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ സംതിങ് ഈസ് ഹാപ്പനിങ്. അതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വചനത്തിൽ കൂടെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. ആമേൻ. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ കനൽ നിറച്ച് ആ കനൽ ഭൂമിയിലേക്ക് എറിഞ്ഞു സ്വർഗത്തിൽ നിന്ന്. ഈ കനൽ താഴെ വീണപ്പോൾ സ്വർഗീയ യാഗപീഠത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ യാഗപീഠത്തിൽ നിന്ന് ആ കനൽ ഈ ഭൂമിയിലേക്ക് വീണപ്പോൾ റിസൾട്ട് ഉണ്ടായി. മിന്നലും നാദവും ഭൂകമ്പവും ഉണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തീ, സ്വർഗീയ യാഗപീഠത്തിൽ നിന്നുള്ള ഈ കനൽ, ഈ തീ വീണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരവും ഉണ്ടാകുന്ന ഒത്തിരി അനുഭവങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഒന്ന്, യെശയ്യാവിൻ്റെ 6 അധ്യായത്തിൽ പറയുന്നു, യെശയ്യാവിന് ഞാൻ ആരെ അയക്കേണ്ടു എന്ന് ചോദിച്ചപ്പോൾ യെശയ്യാവ് പമ്മി നിൽക്കുകയാണ്. എന്നിട്ട് യെശയ്യാവ് മോശ പറഞ്ഞ പോലെ തന്നെ യെശയ്യാവ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു. ദൈവമേ, ഞാൻ പാപിയാണെന്ന് യെശയ്യാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആമേൻ, അവൻ്റെ പ്രാർത്ഥന ഒരു യാഗമായി ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ ദൈവത്തിൻ്റെ മക്കളെ? അവർ ആർക്കുന്ന ദൂതന്മാർ, അപ്പോൾ യെശയ്യാവിന് ദർശനത്തിൽ വെളിപ്പെടുക, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുടങ്ങി ആലയം പോകൊണ്ട് നിറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ ഒരു കൊടിൽ കൊണ്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിൽ നിന്ന് ഒരു കനലെടുത്ത് അത് കൊണ്ടുവന്ന് യെശയ്യാവിൻ്റെ നാവിന്മേൽ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, ആമേൻ, ഇത് നിൻ്റെ നാവിന്മേൽ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങിയിരിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? യെശയ്യാവിൻ്റെ വഴിപാട് എന്തായിരുന്നു? ഞാൻ അകൃത്യമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗീയ യാഗപീഠത്തിൽ ചെന്നപ്പോൾ ആ യാഗപീഠത്തിൽ നിന്ന് ക്ഷണത്തിൽ ഉത്തരവായി. എന്നിട്ട് യെശയ്യാവിനെ ആമേൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സർവശക്തനായ ദൈവം തിരഞ്ഞെടുക്കുക. 2, അബ്രഹാമിൻ്റെ ഒരു വഴിപാട് കാണുന്നു നമ്മൾ. 12 അധ്യായത്തിൽ വിളിച്ചിറക്കിയ ആ അബ്രഹാമിന് ആമേൻ വാഗ്ദത്തങ്ങളൊന്നും നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അബ്രഹാം ഉൽപ്പത്തിയുടെ 15 അധ്യായത്തിലാണ് ആ വാഗ്ദത്തം വെളിപ്പെടുന്നത്. ആ വാഗ്ദത്തം നിറവേറ്റുവാൻ പോകുന്നതായിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത്. അത് എപ്പോഴാണെന്നറിയാമോ? ആ ഉൽപ്പത്തി 15 അധ്യായം നിങ്ങൾ മുഴുവൻ വായിച്ചു നോക്ക്, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാണെന്ന് ചോദിച്ചാൽ, അബ്രഹാം ഒരു വഴിപാട് കഴിച്ചു. ആ വഴിപാടിൽ അബ്രഹാം യഹോവയായ ദൈവം കൽപ്പിച്ച മൃഗങ്ങളെ കൊണ്ടുവന്ന് യാഗപീഠത്തിൽ വെച്ച് യാഗം കഴിച്ചു. ഈ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ ഈ തീ വീണം സ്വർഗീയ തിരുസന്നിധിയിൽ നിന്ന്, സ്വർഗീയ യാഗപീഠത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വിശുദ്ധനായ നമ്മുടെ പിതാവായ അബ്രഹാം, വിശുദ്ധനായ ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ സ്നേഹിതൻ കഴിക്കുന്ന ആ യാഗത്തിൽ, ആ വഴിപാടിൽ തീ വീണേ പറ്റത്തുള്ളൂ. ആ തീ വീണില്ല. അവസാനം അബ്രഹാമിനൊരു ഭീതിയും അന്ധതമസ്സുമാണ് അതിന് പകരം വീഴുന്നത്. ആ വീണ് കഴിയുമ്പോഴത്തേക്ക് 400 വർഷത്തേക്കുള്ള എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള സകല ദർശനങ്ങളും വളരെ കൃത്യമായിട്ട് തൻ്റെ ജനത്തെക്കുറിച്ച്, തൻ്റെ മക്കളെക്കുറിച്ച് 400 സംവത്സരം അവർ മിസ്രൈമിൽ സേവിക്കുമെന്നുള്ള ഉത്തരം കൊടുക്കുകയാണ്. ഈ വഴിപാട് യാഗം കഴിച്ചപ്പോൾ അന്നേരവും തീ വീണില്ല പ്രിയപ്പെട്ടവരെ. തീ വീണു എപ്പോഴാണ്? ഏതാണ്ട് സന്ധ്യയാകാറായപ്പോൾ ആമേൻ തീ വീഴുകയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്നൊരു തീച്ചുള
ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു നടുവെ പിളർന്നാണ് ഈ യാഗവസ്തുക്കളെല്ലാം വെച്ചിരുന്നത്. അതിൻ്റെ ഒത്ത നടുവെ ഒരു പുകയുന്ന തീച്ചുള്ള സ്വർഗീയ യാഗപീഠത്തിൽ നിന്ന് ആ തീ വീഴുക. അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, ആ സ്വർഗീയ യെശയ്യാവിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ അബ്രഹാമിൻ്റെ വാഗ്ദത്തം പിന്നീടുള്ള അധ്യായങ്ങളിൽ നിവർത്തിച്ചു കൊടുക്കുന്നു. പിന്നീടാണ് അബ്രഹാമിനെ മമ്രയുടെ തോപ്പിലേക്ക് കൊണ്ടുപോയ അവൻ്റെ ദേഹം യവനജനത്താൽ ആക്കി തീർത്തത്. അതിന് ശേഷമാണ് ആ വാഗ്ദത്തം എപ്പോഴാണ് ശരിക്കും നിവർത്തിക്കപ്പെട്ടത്? അബ്രഹാമിൻ്റെ വഴിപാടിൻ്റെ മേൽ, ഇയ്യോബിൻ്റെ വഴിപാടിൻ്റെ മേലാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നത്. ഇയ്യോബിൻ്റെ വഴിപാടിന് ഉത്തരം കൊടുത്തു. നിങ്ങൾക്കറിയാമോ? അതിൻ്റെ 42-ാമത്തെ അധ്യായത്തിൽ എന്ത് സംഭവിക്കുന്നു? യോബ് പറയുകയാണ്, അയ്യോ എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴേ എൻ്റെ സ്വന്തം കണ്ണാൽ കാണുന്നു, നിന്നെ കാണുന്നു. അത് യെശയ്യാവ് പറഞ്ഞതുപോലെ തന്നെ ആ ദൈവിക ദർശനം യോബിൻ്റെ പ്രാർത്ഥനയിൽ അവസാനം യോബിന് പറയുകയാണ്, ഞാനിപ്പോൾ എന്നെ തന്നെ വെറുത്തു, രട്ടിലും വെണ്ണീരിലും കിടന്ന് അനുദപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹി റിപ്പൻറ്റഡ്, മാനസാന്തരത്തിൻ്റെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം യോബിന് 42-ാം അധ്യായത്തിൽ വരിക. പക്ഷേ അന്നേരം ഉത്തരം വന്നില്ല പ്രിയപ്പെട്ടവരെ. ഉത്തരം എപ്പോഴാണ് വന്നതെന്നറിയാമോ? ഇയ്യോബും ആ വഴിപാട് പൂർത്തിയാക്കിയപ്പോഴാണ്. തൻ്റെ സ്നേഹിതന്മാരോട് ദൈവം കൽപ്പിച്ച പ്രകാരം ആ വഴിപാട് കൊണ്ടുവന്ന് ഇയ്യോബിൻ്റെ കയ്യിൽ കൊടുത്ത് ആ വഴിപാട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ പ്രാർത്ഥനയുടെ മേൽ ആ തീ സ്വർഗത്തിൽ നിന്നുള്ള ആ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠത്തിൽ നിന്ന് യെശയ്യാവിൻ്റെ പ്രാർത്ഥനയുടെ മേൽ വീണ തീ പോലെ, അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുടെ മേൽ വീണ തീ പോലെ എന്ത് സംഭവിച്ചു? ആ തീ വീണു. ഇയ്യോബിന് ഉത്തരമായി നഷ്ടപ്പെട്ടത് മുഴുവൻ ഇറ്റ് വാസ് restored to him. Everything what he lost, he was redeemed and restored. Job was redeemed and restored fully. എല്ലാം ഇരട്ടി പകരം കൊടുത്തു. ഇരട്ടി, എവറിത്തിങ്, ഈവൻ ഹിസ് ചിൽഡ്രൻ. അത്ര സൗന്ദര്യമുള്ള കുഞ്ഞു പെൺകുട്ടികൾ ലോകത്ത് വേറെ ഒന്നും ഇല്ലായിരുന്നു എഴുതി വെച്ചിരിക്കുക ദൈവത്തിൻ്റെ വചനത്തിൽ. ദാറ്റ് വാസ് റിഡംഷൻ ആൻഡ് റെസ്റ്റോറേഷൻ. അതാണ് പുറപ്പാടിൽ പറയുന്നത്, തീ വീണ് കാട് കത്തിയിട്ട്. പുറപ്പാടിൻ്റെ അധ്യായത്തിൽ പറയുന്നു തീ വീണ് കാട് കത്തിയിട്ട്. കറ്റക്കൂട്ടമോ ഫലമോ, പുറപ്പാടിൻ്റെ 22-ാം അധ്യായത്തിൽ പറയുന്നു തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ നിലമോ ഫലമോ വെന്തു പോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം. ഈ തീ കത്തിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ് പ്രിയപ്പെട്ടവരെ. ഈ തീ കത്തിച്ചത്, തീ സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്നായി തീ വീണത്. ആ തീ കത്തിയപ്പോൾ ഇയ്യോബ് കരിഞ്ഞുപോയി. ഇയ്യോബിനെല്ലാം നഷ്ടപ്പെട്ടു. ഇയ്യോബിൻ്റെ നീതിപ്രവർത്തികൾ കത്തിച്ചാമ്പലായി. ഇയ്യോബിൻ്റെ നീതിപ്രവർത്തികൾ എന്നുള്ള കാട് മുഴുവൻ കത്തിച്ചാമ്പലായി. പക്ഷേ അന്നേരം എന്ത് സംഭവിച്ചു? തീ കത്തിച്ചവൻ പകരം കൊടുത്തു. വീണ്ടും മാനസാന്തരപ്പെട്ടു, വീണ്ടും ജനിക്കപ്പെട്ട് ഇയ്യോബ് വഴിപാട് കഴിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. നഷ്ടപ്പെട്ടത് മുഴുവൻ ഹി വാസ് റിഡീംഡ് ആൻഡ് റിസ്റ്റോർഡ്. 42-ാമത്തെ അധ്യായത്തിൽ ഇയ്യോബിൻ്റെ റിഡംഷൻ ആൻഡ് റെസ്റ്റോറേഷനാണ് കാണുന്നത്. എല്ലാം ഇരട്ടിയായിട്ട് പകരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന് സംഭവിച്ചു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിൻ്റെ വഴിപാടെന്ന പ്രാർത്ഥനയാണ്. ഞങ്ങൾ ബിംബത്തെ ആരാധിക്കുകയില്ല, ഞങ്ങൾ അതിനെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറ്റി? സ്വർഗത്തിൽ നിന്നാണ് തീ ഇറങ്ങിയത്. ചൂളയുടെ തീ 10 മടങ്ങ് കൂട്ടി. ചൂളയുടെ തീ കാടെല്ലാം കത്തിപ്പോയി. ആരാ കാട് ചുമന്നുകൊണ്ട് പോയവരെല്ലാം കത്തിപ്പോയി പ്രിയപ്പെട്ടവരെ. ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ ചുമന്നുകൊണ്ട് പോയവരെല്ലാം they were burned, ശാരമായി പോയി. എന്നാൽ ഇവർക്ക് തീയുടെ മണം പോലും തട്ടിയില്ല. കാരണം എന്നാ പ്രിയപ്പെട്ടവരെ? സ്വർഗീയ യാഗപീഠത്തിൽ നിന്ന് ആ തീ വീണെന്ന് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഫർണസിൻ്റെ, ഭൂമിയിലെ സൂര്യനെ വെല്ലുന്ന തീ, സൂര്യൻ്റെ ചൂടിനേക്കാൾ വെല്ലുന്ന, ആ ഫർണസിൻ്റെ ചൂടിനേക്കാൾ വെല്ലുന്ന ഈ സ്വർഗീയ യാഗപീഠത്തിലെ തീ, ആ തീയിൽ ഇറങ്ങി വന്നു. തീയുടെ മണം പോലും തട്ടിയില്ല. റിസൾട്ട് എന്നാ? ഒരു ദേശം മുഴുവൻ രക്ഷിക്കപ്പെട്ടു, ഒരു ദേശം മുഴുവൻ മാനസാന്തരപ്പെട്ടു എന്ന് വചനത്തിൽ. ദേശം മുഴുവൻ സ്വർഗസ്വനായ പിതാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നെബൂഖദ്നേസർ രാജാവ് ഓർഡർ ഇട്ടു. പ്രിയപ്പെട്ടവരെ, ഈ തീ പുതിയ നിയമത്തിൽ പലയിടത്തുണ്ട്. പലയിടത്തും ഈ തീയുണ്ട്. ഈ വഴിപാട് എവിടെയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടെ തീയുണ്ട്. സ്തോത്രം. ഈ തീ വീണും കാട് കത്തി. ഈ തീ വീണ് പുതിയ നിയമത്തിൽ ഒരാടെ കാട് കത്തി. ഈ തീ എവിടാ വീണത്? പൗലോസിൻ്റെ മേൽ വീണു. നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന തീ. ആ യാഗപീഠത്തിലെ തീ, സ്വർഗീയ യാഗപീഠത്തിലെ തീ, സൂര്യനെ വെല്ലുന്ന തീ, അത് പൗലോസിൻ്റെ മേൽ വീണു. ബാക്കിയുള്ളവരെല്ലാം പേടിച്ചു ഭയപ്പെട്ടു നിലത്ത് വീണുപോയി. എന്ത് സംഭവിച്ചു? പൗലോസിൻ്റെ കാഴ്ച പോയി. പൗലോസിൻ്റെ കാഴ്ച പോയി. എന്നിട്ട് എന്നാ പറയുന്നത്? പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് കർത്താവിനെ കണ്ടു, കർത്താവിനെ അനുഭവിച്ചു. അവൻ മനസ്സാന്തരപ്പെട്ടു. റിയലി അവൻ വീണ്ടും ജനിക്കപ്പെട്ടു. അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയ്യോബിന് സംഭവിച്ച പോലെ റിഡംഷൻ അവന് നടന്നു.
ആ റിഡംഷൻ നടന്നത് എങ്ങനെയാണ്? അവൻ്റെ പാപങ്ങളെ അവൻ ഏറ്റുപറഞ്ഞ് അവൻ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരമാണ് അനന്യാസ് എന്നുള്ള ദൈവത്തിൻ്റെ ദാസനോട് പറഞ്ഞു, നീ അനന്യാസേ, നീ അവിടെ ചെന്ന് തോൽക്കൽക്കാരൻ്റെ വീട്ടിൽ പൗലോസ് എന്ന ഒരാൾ പാർക്കുന്നു, നീ അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഒടുവിൽ ഈ അനന്യാസ് അവിടെ ചെല്ലുക. എപ്പോഴാണ് റെസ്റ്റോർ ചെയ്യുന്നറിയാമോ? ഈ റെസ്റ്റോറേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ വഴിപാടിൻ്റെ അവസാന ഭാഗത്തിൽ കൂടാണ് റെസ്റ്റോറേഷൻ സംഭവിക്കുന്നത്. റിഡംഷൻ ഹാപ്പൻസ് അറ്റ് ദ ക്രോസ്. അവൻ്റെ രക്തത്താൽ യു ആർ റിഡീംഡ്. നിന്റെ എവറിത്തിങ് ഈസ് റിഡീംഡ് ഫോർ യു. എന്നാൽ ഈ നഷ്ടപ്പെട്ടത് മുഴുവൻ റെസ്റ്റോർ ചെയ്യുന്നത് ഇറ്റ്സ് എ ക്രിയേറ്റീവ് ഫോഴ്സ്. അത് പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺലി ത്രൂ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ ക്രിയേറ്റ് ചെയ്ത് നിന്റെ മാർവിടത്തിലേക്ക് പകരം തരുന്നത് ഇറ്റ്സ് എ ക്രിയേറ്റീവ് ഫോഴ്സ്. അത് പരിശുദ്ധാത്മാവിനാലേ പറ്റുള്ളൂ. നഷ്ടപ്പെട്ട അനന്യാസ് എന്ന് ഈ പൗലോസിൻ്റെ മേൽ കൈവച്ചിട്ട് പറയുക, പൗലോസെ, നീ വഴിയിൽ വെച്ച് നീ കണ്ട നിനക്ക് പ്രത്യക്ഷനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നു. നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ്റെ കൈമേൽ കൈവച്ചപ്പോൾ അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി. ഹി വാസ് റിസ്റ്റോർഡ്. തീ വീണ് കാട് കത്തിയത് അവനെ റെസ്റ്റോർ ചെയ്തു. വീണ്ടും ആ പരിശുദ്ധാത്മാവ് എന്ന ക്രിയേറ്റീവ് ഫോഴ്സ് അവൻ്റെ മേൽ പകർന്നു. ആൻഡ് ഇസ് റെസ്റ്റോർഡ് പൗലോസ് കംപ്ലീറ്റ്ലി. പുതിയ നിയമത്തിൽ റെസ്റ്റോറേഷൻ. പുതിയ നിയമത്തിൽ എത്രയധികം ഈ തീ വീണതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ എവിടെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്കറിയാമോ? നമ്മുടെ കർത്താവിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ലും 12-ലും 19-ലും ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൗലോസും ശീലാസും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പൗലോസും ശീലാസും ഇത് അർദ്ധരാത്രിക്ക് അപ്പോസ്തലർ 16:25-26 അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എപ്പോഴാ? വഴിപാട് കഴിക്കുക, പ്രാർത്ഥിക്കുക. പൗലോസും ശീലാസും പരിശുദ്ധാത്മ പൂർണ്ണരായി വിശുദ്ധരവര്. നമുക്കും മനസ്സിലാകുന്നുണ്ട്, വിശുദ്ധൻ്റെ പ്രാർത്ഥനയ്ക്കാണ് ഈ ഉത്തരം വരുന്നത്. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഡനായിട്ട് തടവുകാരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്ത് സംഭവിച്ചു? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. വെളിപാടി പറഞ്ഞ ഭൂകമ്പം ഉണ്ടായോ? മിന്നലും നാദവും ഉണ്ടായി. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ആമേൻ. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അവരുടെ വഴിപാടിൻ്റെ, അവരുടെ വിശുദ്ധൻ്റെ പ്രാർത്ഥന, പരിശുദ്ധാത്മ പൂർണ്ണത ഉള്ള ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന, പരിശുദ്ധാത്മാഭിഷേകത്താലുള്ള ദൈവത്തിൻ്റെ അഭിഷക്തൻ്റെ പ്രാർത്ഥന, പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മ സ്നാനമെന്ന് പറയുന്നത് ഒരു ദൈവം സ്വർഗത്തിൽ നൽകുന്ന ദാനമാണ്. ആ അഭിഷക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായി. പത്രോസിനെ കാരാഗ്രഹത്തിൽ 4 കൂട്ടമുള്ള 4 കൂട്ടത്തിൻ്റെ മേലെ 4 ചേവകരുള്ള 16 പേരാ പത്രോസിനെ കാത്തുകൊണ്ടിരുന്നത്. ആമേൻ. അപ്പോൾ എന്താ സംഭവിച്ചത് അതിനകത്തിൽ? അത് പത്രോസ് ആക്ട്സ് 12-ാം അധ്യായത്തിലാണ്. 12-5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അങ്ങനെ പത്രോസിനെ വളരെ 2 പേരിടത്തും വലത്തുനിന്ന് ആകെ 16 പേരെ പത്രോസിനെ കാത്തുകൊണ്ടിരുന്നത്. കാരണം പിറ്റേ ദിവസം അവനെ തൂക്കാൻ കൊണ്ടുപോവുക. യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെ കൊല്ലാൻ കൊണ്ടുപോവുക. പ്രാർത്ഥന, വഴിപാട് കഴിച്ചുകൊണ്ടിരിക്കുക. ആര്? വിശുദ്ധന്മാർ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആര്? വിശുദ്ധന്മാർ. കർത്താവ് തിരഞ്ഞെടുത്ത പരിശുദ്ധാത്മ പൂർണ്ണരായ വിശുദ്ധന്മാർ, അഗ്നിയാൽ സ്നാനം ചെയ്യപ്പെട്ട വിശുദ്ധന്മാർ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ടപ്പെന്ന് പറഞ്ഞു ഒരു വലിയ വെളിച്ചം അവിടെ പ്രകാശം. ദൂതൻ വന്ന് പത്രോസിനെ തട്ടി. പത്രോസ് ഉറക്കത്തില്ല. പത്രോസിന് ഇതെന്താ സംഭവിക്കുന്നത് പത്രോസ് പിടികിട്ടിയില്ല. നിങ്ങൾ അതിനകത്ത് താഴോട്ട് വായിക്കും, മനസ്സിലാവും. 1-ാം വാതിലും 2-ാം വാതിലും 3-ാം വാതിലും പട്ടണത്തിനിട ആ കാരാഗ്രഹവാതിലെല്ലാം മലർക്കെ തുറന്നു. ആരും ഒന്നും ചെയ്തില്ല. ചങ്ങലകൾ പടപടാ പത്രോസിൻ്റെ കയ്യിൽ നിന്ന് വീണു. പുറത്തെഴുതി കഴിഞ്ഞപ്പോൾ ദൂതൻ വിട്ടുപോയി. അന്നേരമാണ് പത്രോസിന് മനസ്സിലാകുന്നത് ദർശനവും സ്വപ്നവും ഒന്നുമല്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നിന്റെ വഴിപാട് പൂർത്തീകരിക്കപ്പെട്ടാൽ, നീ പരിശുദ്ധാത്മ പൂർണ്ണനായി തീർന്നാൽ, നീ പരിശുദ്ധാത്മ സ്നാനം ചെയ്യപ്പെട്ടാൽ, നിന്റെ പ്രാർത്ഥന, നീ ദൈവത്തിൻ്റെ മകനായി തീരും. നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ യാഗപീഠത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗീയ ധൂപവർഗം കൂടെ ആഡ് ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? മിന്നലും
നാദവും ഭൂകമ്പവും ഉണ്ടാവും. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും. ആ തീ വീഴുമ്പോൾ കാട് കത്തിപ്പോവും. ഒന്നുകിൽ നിൻ്റെ മേലുള്ള അനീതികൾ, അശുദ്ധികളെല്ലാം കരിഞ്ഞു പോകും. അമേൻ, സ്തോത്രം. അല്ലെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന മഹാപർവ്വതമാര്, നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ കരിഞ്ഞു പോകും. ദിസ് ഈസ് ദ ട്രൂത്ത്. ദൈവത്തിൻ്റെ വചനം പ്രിയപ്പെട്ടവരെ ഇതാ പഠിപ്പിക്കുന്നത്. ഇനി നമ്മുടെ കർത്താവിൻ്റെ വഴിപാടാണ് അതിലേറ്റവും അനുഗ്രഹിക്കപ്പെട്ടു. ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യൻ കഴിക്കാവുന്ന ഏറ്റവും ഉത്തമമായ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, എൻ്റെ ഈ ഭാഷകൾ കൊണ്ടുവന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ പറ്റുകയില്ല. അത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഐ എം നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ആ വഴിപാട്, ആ യാഗപീഠത്തിന്മേൽ കഴിച്ച വഴിപാടാണ് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും മനോഹരമായ വഴിപാട്. സ്വർഗത്തിന് ഏറ്റവും സൗരഭ്യവാസന ആ ദിവസമായിരിക്കും. സ്വർഗം മുഴുവൻ ഞാൻ ആത്മാവിൽ കാണുക. സ്വർഗം മുഴുവൻ, ഭൂമിയിൽ നമുക്കാർക്കും ചിന്തിക്കാനോ അനുഭവിക്കാനോ പറ്റാത്ത സൗരഭ്യവാസനയാൽ സ്വർഗം മുഴുവൻ പ്രിയപ്പെട്ടവരെ നിറഞ്ഞു. ഏതാണ് ആ കാൽവറിയിലെ വഴിപാടിൽ? ആ കാൽവറിയിലെ വഴിപാടിൽ സ്വർഗം മുഴുവൻ, നമുക്കാർക്കും ചിന്തിക്കാനോ നമുക്കാർക്കും സ്വപ്നം കാണാനോ പറ്റാത്ത സൗരഭ്യവാസനയാൽ സ്വർഗം മുഴുവൻ നിറഞ്ഞു. സ്വർഗം മുഴുവൻ നൃത്തം ചെയ്യുകയായിരിക്കും. പിതാവായ സർവശക്തനായ ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ ദൂതന്മാർ മുഴുവൻ നൃത്തം ചെയ്യുകയായിരിക്കും. അവർ ആഹ്ലാദിക്കുകയായിരുന്നിരിക്കണം. ആ യാഗം തീർന്നു കഴിഞ്ഞപ്പോൾ, ആ യാഗം അവസാനിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഞാനീ നിങ്ങളോട് പറഞ്ഞ തീയും മിന്നലും ഭൂകമ്പവും സംഭവിച്ചു. അവൻ ഉറക്കെ വിളിച്ച് പ്രാണനെ വിട്ടു. അവൻ്റെ വഴിപാട്, പഴയ നിയമത്തിൽ പറയുന്ന സകല വഴിപാടും, ഹോമയാഗം, പാപയാഗം, അകൃത്യയാഗം, ഭോജനയാഗം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, പഴയ നിയമത്തിൽ പറയുന്ന സകല വഴിപാടും ഏകയാഗത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ ആ കാൽവറിയിൽ പൂർത്തിയായപ്പോൾ പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിച്ചു? സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി, അഗ്നി ഇറങ്ങി. ഇവൻ ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടപ്പോൾ ആ അഗ്നി താഴെ വീണു. എന്ത് സംഭവിച്ചു? മന്ദിരത്തിൻ്റെ തിരശ്ശീല നടുവേ, മേൽതൊട്ടടിയോളം നടുവേ വെച്ചങ്ങ് ചീന്തിപ്പോയി. ആമേൻ. എന്ത് സംഭവിച്ചു? മനുഷ്യനും സ്വർഗവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തിരശ്ശീല എന്നേക്കുമായി മാറി. മനുഷ്യൻ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നേരിട്ട് കയറുവാൻ ഈ മഹാപുരോഹിതനിൽ കൂടി, കർത്താവായ യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതനിൽ കൂടി നേരിട്ട് പ്രവേശനം ലഭിച്ചു. ആമേൻ. എന്നിട്ട് എന്താ സംഭവിച്ചത്? പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി. പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി. നട്ടുച്ച അർദ്ധരാത്രിയുടെ ഇരുട്ടായി. ആമീൻ. പിന്നെ സംഭവിച്ചതോ ഈ തീയുടെ ഫലമാ പ്രിയപ്പെട്ടവരെ. ഈ സ്വർഗീയ യാഗപീഠത്തിൽ നിന്ന് വീഴുന്ന ആ തീയുടെ ഫലമാണ് പിന്നീട് സംഭവിച്ചത്. മരിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം, കാരണം അവൻ ആദ്യജാതന, അതിനുശേഷമേ ഇവർ ഉയർത്തെഴുന്നേക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം യെരൂശലേം നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷനായി എന്ന് എഴുതി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഈ തീ വീണു, പുതിയ നിയമത്തിൽ ഈ തീ വീണുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തീ എൻ്റെ മേൽ വീണതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പകർന്നു തരുന്നത്. ഇത് ചുമ്മാതെ പ്രസംഗം കേട്ടതുകൊണ്ടോ പുസ്തകം വായിച്ചതുകൊണ്ടോ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ലഭിക്കുന്നതാ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഇറ്റ് ഇസ് വണ്ടർഫുൾ. പ്രിയപ്പെട്ടവരെ, ഈ വഴിപാട് പൂർത്തിയാക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ ഒരുവൻ പൂർത്തിയാക്കുമ്പോൾ, അതാ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ആരാണ് വിശുദ്ധൻ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എങ്ങനെയാണ് ദൈവത്തിൻ്റെ മകനായിത്തീരുന്നതെന്ന് വ്യക്തമായി പറയുന്നു. അവൻ പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുക. അവർ പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. ആ ദൈവത്തിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ച് നിക്കോദിമോസിനോട് പറഞ്ഞത്. ആമീൻ. ജലത്താലും ആത്മാവിനാലും ഒരുവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല, ദൈവത്തിൻ്റെ മകനായി തീരാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായി എൻ്റെ കർത്താവായ യേശുപ്പച്ചൻ പറഞ്ഞത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആ രോഗിയെ ഈ പുരോഹിതൻ ഡിക്ലെയർ ചെയ്യുകയാണ് to the whole world that he is healed. അവൻ്റെ സൗഖ്യം പൂർണ്ണമായെന്ന്. അത് ആ പരിശുദ്ധാത്മാഭിഷേകത്തിലാണ്. ആ എണ്ണ പകരുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകത്തെ അത് കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായി കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ കാത്തിരിപ്പീൻ. യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, ഞാനോ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധൻ്റെ ഭാഗ്യ പദവിയാണ്
രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, ജലത്തിൽ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി. പക്ഷേ പരിശുദ്ധാത്മാഭിഷേകം ഇറ്റ് ഈസ് എ റിക്വയർമെൻറ്റ്. ഇത് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ആസ് ഫാർ ആസ് എ ബിലീവർ ഈസ് കൺസേൺ. സ്വർഗരാജ്യത്തിലോട്ട് നിനക്ക് കടക്കണമോ? ഇറ്റ് ഈസ് റിക്വയർഡ്. ആമേൻ. ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയണമെന്നുള്ള 2-3 കാര്യങ്ങളൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. റോമറിൻ്റെ 9-ാം അധ്യായത്തിൽ 7-ഉം 8-ലും പറയുന്നു, അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ മക്കളെന്ന് വരികയില്ല, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ മാത്രമേ നിൻ്റെ സന്തതി എന്ന് വരികയുള്ളൂ. അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കൾ ആണ് ദൈവത്തിൻ്റെ മക്കൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സന്തോഷത്തോടും ദുഃഖത്തോടും കൂടി പറയുക, ഈ പരിശുദ്ധാത്മാവ് എന്താണെന്നോ, അന്ന് പത്രോസ് പറഞ്ഞതുപോലെ തന്നെ വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവെന്ന് അപ്പോസ്തലൻ ചോദിച്ചപ്പോൾ അത് സ്നാനപ്പെട്ടവരാണ്, ജലത്തിൽ സ്നാനം കഴിച്ചവരാ കർത്താവിനെ. പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിയത്തില്ല എന്ന് അവർ പറഞ്ഞു. അവർക്ക് വേണ്ടി അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവർ പൂർണ്ണരായെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ദൈവത്തിൻ്റെ ശിഷ്യൻ, കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. ആ പൗലോസ് എന്ന് സംസാരിക്കുന്ന കർത്താവിൻ്റെ ആ സ്ഥലത്തെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ സ്ഥലത്തെ ശിഷ്യന്മാരോട് അവർ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, കർത്താവിനെ ആരാധിക്കുന്നവരാണ്. അവരോടാണ് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നോ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ. ദ പ്രസൻറ്റ് വേൾഡ്, സോ കോൾഡ് ബിലീവേഴ്സ്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെ വേദനയോടുകൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഈ പരിശുദ്ധാത്മാഭിഷേകം എന്താണെന്നോ പരിശുദ്ധാത്മാവിനെക്കുറിച്ചോ ഇൻഫാക്റ്റ് ഒത്തിരി ഇഗ്നറൻസ് ഉള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആമീൻ. ഈ എണ്ണയാൽ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടണം, ഈ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെടണം, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോൾ ജനിച്ച മക്കളല്ല, ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്ര സന്തതികളെന്ന് എണ്ണും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ക്ലിയറായിട്ട് പോയി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു. എൻ്റെ അപ്പനും അമ്മനെയും ജനിച്ച ഷിബു തോമസ് ജഡമാ, വെറും ജഡമാ. അൺലെസ് ആൻഡ് അണ്ടിൽ ഐ എം ബോൺ ഇൻ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ വെറും ജഡമായി ജനിച്ചു, ജഡമായി മരിക്കും. പ്രിയപ്പെട്ടവരെ, അണ്ടർസ്റ്റാൻഡ് ദിസ് ട്രൂത്ത്. ഇത് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്നത്തെ മെസ്സേജസും എല്ലാം ഇറ്റ്സ് ഓൺ എ ഡിഫറെൻറ്റ് നോട്ട്. ഞാൻ നിങ്ങളോട് വീണ്ടും ഒച്ചത്തിൽ പറയുകയാണ്. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ നിന്ന് ജനിച്ചതോ ആത്മാവ്. ആത്മാവിൽ നിന്ന് ജനിച്ചത് മാത്രമേ ആത്മാവുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞത്. ആ ആത്മാവിൽ നിന്ന് ജനിച്ച എന്തുകൊണ്ടാണ് ഒരുവൻ ആത്മാവിൽ നിന്ന് ജനിക്കേണ്ടത്? 2 കൊരിന്ത്യർ 3:17-18 പറയുന്നത്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണ്. നമുക്ക് ആത്മാവ് എന്ന കർത്താവുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അതുകൊണ്ടാണ് അബ്രഹാമിൻ ലാസർ നിന്നപ്പോൾ പറഞ്ഞത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഒരു പിളർപ്പുണ്ട്, നിങ്ങൾ ജഡത്താണ്, നിങ്ങൾ ലോകം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ലോകം ദൈവത്തിന് ശത്രുത്വം, ജഡം ദൈവത്തിന് ശത്രുത്വം എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ റീസൺ ഇതാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്മാവാകുന്ന കർത്താവിനെ നമ്മൾ കാണണമെങ്കിൽ, അവനോടുകൂടെ വസിക്കണമെങ്കിൽ, അവനോടുകൂടെ ജീവിക്കണമെങ്കിൽ, ഈ ഭൂമിയിലും സ്വർഗത്തിലും ആ രാജ്യത്തിൽ നമുക്ക് വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമാകുന്ന തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ. അതുകൊണ്ടാണ് മുൻനിയമിക്കപ്പെട്ടവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഈ തേജസ്കരണം പരിശുദ്ധാത്മാവിൽ കൂടെ വന്നിരിക്കുന്നത്. കാരണം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മാളിക മുറി വരെ ഈ പരിശുദ്ധാത്മ സ്നാനം നടന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ പുതിയ നിയമത്തിൽ അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളെല്ലാം ശിഷ്യന്മാരും ചെയ്തത് കർത്താവിൻ്റെ കൈവെപ്പിനാലും അവൻ ഊതി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പോർഷൻ കൊടുത്തതിനാലുമാണ് ഇതെല്ലാം സംഭവിച്ചത്. കാരണം മോശയുടെ മേൽ അത് സംഭവിച്ചു. മോശയുടെ മേലുള്ള ആത്മാവിനെ കുറച്ചെടുത്ത് 70 പേരുടെ മേൽ കൊടുത്തു. അത് തന്നെ കർത്താവ് 70 പേരുടെ മേൽ ഊതി അല്ലെങ്കിൽ കൈവെച്ചങ്ങോട്ട് കൊടുത്തു. സ്വല്പം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മേലുള്ള ആത്മാവിനെ ഒരു പർപ്പസിന് വേണ്ടി അവർക്ക് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാ അഭിഷേകമോ സ്നാനമോ നടന്നിട്ടില്ലായിരുന്നു, കർത്താവിൻ്റെ ഉയർപ്പ് മാളിക മുറി വരെ. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ്
പറഞ്ഞത് നിങ്ങൾക്കോ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കുന്നു. ഈ പുതിയ നിയമത്തിൽ വസിക്കുന്ന നമ്മളുടെ ഏറ്റവും ആവശ്യമായ അറ്റ്മോസ്റ്റ് നെസസറി ആയിട്ടുള്ള ദൈവരാജ്യത്തിൽ ഏറ്റവും നെസസറി ആയിട്ടുള്ള കാര്യമാണ് പരിശുദ്ധാത്മ സ്നാനം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ആ ചോദ്യത്തിന് നോ എന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഈ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത വചനം കേട്ട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, സ്വർഗസ്വനായ പിതാവ് 89 ഡിസംബർ 17 ഈ പാവപ്പെട്ടവൻ്റെ മേൽ പകർന്നതിൻ്റെ ഇരട്ടി ശക്തി, ഏലിയാവിൻ്റെ മേൽ പകർന്നതിൻ്റെ ഇരട്ടിയുടെ ശക്തി പോലെ ഈ പാവപ്പെട്ടവൻ്റെ മേൽ പകർന്നതിൻ്റെ ഇരട്ടി ശക്തി നിങ്ങൾ ഈ കേൾക്കുന്ന എല്ലാവരുടെ മേലും പകരപ്പെടുമെന്ന് ഞാൻ വാക്ക് തരുന്നു. ഏതാ? ദൈവവചനത്താൽ വാക്ക് തരുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ എൻ്റെ പിതാവ് അവനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ശംഖുപൊട്ടി നിലവിളിച്ച് ഈ എണ്ണയുടെ വഴിപാടിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാവും. നിങ്ങളുടെ ജീവിതം മാറും. ആമേൻ. ഇനിയും എന്തിനാണ്? കാരണം കർത്താവ് ആത്മാവാകുന്ന കർത്താവിനോട് കൂടിയാണ് നീ ചേർക്കപ്പെടുന്നത്. അപ്പോൾ ആത്മാവിനാകുന്ന കർത്താവിനോട് നീ ചേർക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ സ്നാനം ചെയ്യപ്പെടണം. ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാൻ പറ്റുന്നത്? കൃത്യമായി അറിയാം. കാരണം ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം 89 ഡിസംബർ 17 വന്നപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് പൊങ്ങി. ഈ ലോകം എന്നിൽ നിന്ന് മാറിപ്പോയി. ദാറ്റ് ഈസ് എ പ്രൈമറി മാനിഫെസ്റ്റേഷൻ. കാരണം 3.5 വർഷക്കാലം ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ കണ്ടും കേട്ടും ഉറങ്ങിയും ജീവിച്ച അപ്പോസ്തലന്മാർ ഒന്ന് ആലോചിച്ച് നോക്കിയും. എല്ലാ അത്ഭുത പ്രവൃത്തികളും, മരണത്തെ ഉയർപ്പിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന സകല അത്ഭുത പ്രവൃത്തികളും, ദൈവമഹത്വം, മറുരൂപമലയിൽ, യോർദാൻ കടവിൽ, എല്ലാം ദൈവശബ്ദവും ദൈവദൂതന്മാരെയും എല്ലാം കണ്ട ഈ 12 അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ 120 പേർ അവരെല്ലാം മാറിപ്പോയി, തെറ്റിപ്പോയി. കാരണം ലോകം അവരിലുണ്ടായിരുന്നു. ദേ കെയിം ബാക്ക് ടു ദ വേൾഡ്, ദേ റിസീവ്ഡ് ദ വേൾഡ്. എന്നാൽ മാളിക മുറിക്ക് ശേഷം ദ എൻറ്റയർ സിനാറിയോ ചേഞ്ച്ഡ്. അവർ പരിശുദ്ധാത്മ സ്നാനത്താൽ നിറയപ്പെട്ടപ്പോൾ ലോകം അവരിൽ നിന്ന് ടോട്ടലി മാറിപ്പോയി. അതാണ് പൗലോസൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ലോകം ഇല്ല, ലോകം വേണ്ട. ലോകം ജഡത്തിന് ശത്രുത്വം, ദൈവത്തിന് ശത്രുത്വം, ജഡം ദൈവത്തിന് ശത്രുത്വം. ലോകം പൂർണ്ണമായി മാറിപ്പോയി. അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് അവരുള്ളത് മുഴുവൻ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചത്. ഇതിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിത്യജീവനുണ്ട്. ഞാനീ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെയും സ്നാനത്തെയും കുറിച്ചാണ്. ആ വഴിപാട് പൂർത്തിയാക്കിയാൽ നിൻ്റെ ജീവിതം മാറും. നീ പിന്നെ ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ പിന്നെ ഭൂമിയിൽ അല്ലായിരിക്കും ജീവിക്കുന്നത്. സർവശക്തനായ പിതൃപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തോടൊപ്പം ജീവിക്കുമോ? ജീവിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാൻ 17 എഫെസ്യർ 2 ഭാഗങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒന്നാ. അത് ഞാനൊന്ന് വായിക്കാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ വിശ്വസിക്കുക. യോഹന്നാൻ 17, 21, 24 വരെ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്ന പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. Can you believe this? ഈ വിശുദ്ധൻ നീ ഒറ്റയ്ക്കല്ലെന്ന്. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ദൈവവും നീയും ഒന്നാണെന്ന്. ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ സമയം വളരെ വേഗത്തിൽ പോവുക. നീ ഒന്നാണെന്ന്. യു ഡോണ്ട് വറി. സ്വർഗം നിൻ്റെ കൂടാണെന്ന്. സ്വർഗരാജ്യം നിൻ്റെ ഉള്ളിലാണെന്ന്. പിതൃപുത്ര നമ്മൾ ഉണ്ടാകേണ്ടതിന്. കാര്യം ഇത് വായിച്ച് ഇതിൻ്റെ മഹത്വത്തിൻ്റെ തേജസ് അനുഭവിക്കുന്നത്. പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ള കാണാൻ ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇത് സത്യമാണ്. നീ ഇരിക്കേണ്ടത് എവിടാ? പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് നീ ഇരിക്കണമെങ്കിൽ ഈ ജഡത്തിലുള്ള ശുഭുത്താമസിന് പറ്റത്തില്ല, പറ്റുകയല്ല. ആത്മാവിലുള്ള ശുഭുത്താമസിനോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആത്മാവിനാൽ നിറയപ്പെട്ട നിങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നത്തിങ് ഒന്നും നിങ്ങൾക്ക് ദോഷം സംഭവിക്കുകയില്ല.
യാതൊന്നും നിങ്ങൾക്ക് ദോഷം. എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഐ എം ടോക്കിംഗ്. കർത്താവ് യേശു ക്രിസ്തു യാതൊന്നും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ദോഷം വരുത്താൻ ഒക്കത്തില്ല. കാരണം എന്നാ, പിതൃപുത്ര പരിശുദ്ധാത്മ പൂർണ്ണൻ്റെ അവസ്ഥ അവനെ തൊടുന്നവൻ തെറിച്ചു പോകും. ഐ എം ടെല്ലിങ് യു. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൽ നീ മറയ്ക്കപ്പെടുക. അതാണ് നീ ക്രിസ്തുവിൽ മരിച്ച് യഹോവയായ ദൈവത്തിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ, പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അറ്റ്മോസ്റ്റ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട പരമപ്രധാനമായ ഈ ഭൂമിയിൽ നീ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള റിക്വയർമെൻറ്റ് ക്വാളിഫിക്കേഷൻ ഈസ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. എഫേസ്യർ 2:1-7 വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് ക്രിസ്തേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൻ്റെ തൻ്റെ കൃപയുടെ അത്യന്ത ധനം വരും കാലങ്ങളിൽ കാണിക്കേണ്ടത് ക്രിസ്തേശുവിൽ അവനോടുകൂടി ഉയർത്തേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, വേർ യു ആർ സീറ്റഡ് നൗ ഇൻ ഹിം. വിശ്വസിക്കുക. ഇത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്കിത് എങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്വർഗത്തിലിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസന്മാർ അബ്രഹാം മുതൽ യോഹന്നാൻ വെളിപാട് വരെ ദർശനങ്ങൾ കാണുന്നത്. ദൈവത്തോടുകൂടി ഇരുന്നല്ല ദർശനം കാണത്തുള്ളൂ. അല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ദർശനം കാണത്തില്ല. സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നത് എങ്ങനെയാണ്? ഈ ഭൂമിയിൽ ഇരുന്നല്ലേ സ്തെഫാനോസ് സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടത്? ഈ ഭൂമിയിൽ ഇരുന്നല്ലേ പത്രോസ് യോഹന്നാനും മറുരൂപമല്ലേ ദർശനം കണ്ടത്? ഈ ഭൂമിയിൽ ഇരുന്നുണ്ടല്ലേ ദാനിയേലും എസ്കേലും ഒക്കെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ വചന. ദിസ് ഇസ് ദ ഓൺലി ട്രൂത്ത്. ഞാൻ നിങ്ങളോട് അവസാനിപ്പിക്കുക. ഒറ്റ കാര്യം, ഈ വഴിപാട് പൂർത്തിയാക്കിക്കൊള്ളുക. എന്നെ കേൾക്കുന്ന 3 ഭാഗമായിട്ട്. ഇത് 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ പ്രസംഗിക്കാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ മക്കളെയും. ഇത് 3 പാട്ടെടുത്ത് മേ ബി 1.5 മണിക്കൂറായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾ സമയമെടുത്തത് കാണാൻ. ഈ വഴിപാട് നിങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. ജലം, രക്തം, ആത്മാവ് നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയണം. ആൻഡ് യുവർ ലൈഫ് വിൽ ചേഞ്ച് ടോട്ടലി. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ തീ വീണ് അത് കത്തിപ്പോവും. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ 3 വീഡിയോകളിലായി ഈ വഴിപാടിനെക്കുറിച്ച് സംസാരിപ്പാൻ ദൈവം എനിക്ക് പകർന്നു തന്ന ഈ വചനത്തിൻ്റെ തിരിച്ചറിവിനെക്കുറിച്ച് കർത്താവെ ഷെയർ ചെയ്യുവാൻ, ഈ ജനത്തോട് സംസാരിപ്പാൻ നീ അടിയങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. ഇത് കേൾക്കുന്നവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാലുള്ള സ്നാനത്തിനു വേണ്ടി അവർ ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഈ സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് വീഴുന്ന ആത്മീയാൽ, തീയാൽ അത് കത്തിച്ചാമ്പലായി പോകട്ടെ. ആത്മാവിനാൽ അവർ നിറയപ്പെടട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.